രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മണിപ്പൂരിൽ വീണ്ടും സ്ഫോടനം. ഇന്നലെ പുലർച്ചെ കാംപോക്പി ജില്ലയിലുണ്ടായ സ്ഫോടനത്തിൽ അക്രമികൾ പാലം ബോംബിട്ട് തകർത്തു. അതേസമയം കുക്കി ജനവാസ മേഖല ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങി 200 ദിവസം പിന്നിടുമ്പോഴും സമാനമായ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ പുലർച്ചെയോടെ മണിപ്പൂരിലെ ഇംഫാലിൽ കാങ്പോക്പി ദേശീയപാതയിലെ പാലത്തിന് നേരെ അക്രമികൾ ബോംബിടുകയായിരുന്നു. ഇംഫാലിനെ നാഗാലാൻഡിലെ ഡിമാപൂരുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർത്തത്. കുക്കി ജനവാസ മേഖലയെ ലക്ഷ്യമാക്കി മെയ്തൈ ഭീകര ഗ്രൂപ്പുകൾ നടത്തിയ സ്ഫോടനത്തിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിലും വലിയ സംഘർഷങ്ങളാണ് ഉണ്ടായത്. 2 കുക്കി യുവാക്കളെ വധിച്ച അക്രമികൾ അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റിയിരുന്നു. വെടിവെപ്പും ബൂത്ത് പിടിക്കലും ഉണ്ടായതിനെ തുടർന്ന് 11 ബൂത്തുകളിൽ റീപോളിംഗും നടത്തി. നിരന്തരമായ അക്രമ സംഭവങ്ങൾ തുടരുന്ന മണിപ്പൂരിൽ ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ മൗനം പാലിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷമായ കുക്കി വിഭാഗങ്ങളെ ആക്രമിക്കുന്ന മെയ്തൈ ഭീകര സംഘടനകൾക്ക് അനുകൂലമായി നിലകൊള്ളുന്ന BJP വിഷയത്തിൽ ഇതുവരെയും ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.